എല്ലാവർക്കും നമസ്കാരം. ഇത് ആലപ്പി ട്രിപ്പിൻ്റെ 4ാമത്തെ വ്ളോഗാണ്. ഇതോടുകൂടി ഈ ഒരു ആലപ്പി വ്ളോഗ് അവസാനിക്കുകയാണ്. എല്ലാവരും സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു ട്രിപ്പിൽ തിരിച്ച് നമ്മൾ പാതിരാമണൽ പറഞ്ഞ സ്ഥലം നമ്മുടെ ആലപ്പിയിൽ അടുത്ത് ഒരു 50 കിലോമീറ്ററിനുള്ള അവിടെ പോയി അതിനുശേഷം തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയാണ്. നമ്മൾ ഒരു ലഞ്ച് കഴിക്കുന്നുണ്ട് ഓൺ ദ വേയിൽ. അത് കഴിഞ്ഞ് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങൾ നമുക്ക് കണ്ടുവരാം. 3 എപ്പിസോഡുകൾ അതിന് മുമ്പുള്ളത് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ കാണാം. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ കുറച്ച് എക്സ്പെൻസും ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസായിട്ട് ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ ഈ സ്റ്റേക്ക് വന്നിരിക്കുന്നത് അറൗണ്ട് ഒരു 17,000 റുപ്പീസാണ് വന്നിരിക്കുന്നത് 1 ഡേക്ക് 4 പേർക്ക്. പിന്നെ അതുകൂടാതെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തന്നു. അതുകൂടാതെ ഡിന്നർ അവർ പെർ ഹെഡ് അറൗണ്ട് 1,700 വെച്ചിട്ടാണ് ചാർജ് ചെയ്തത്. പക്ഷേ നമ്മൾ കിഡ്സിന് അവർ ഓഫർ തന്നു, കോംപ്ലിമെൻ്ററി കിഡ്സിന് അവർ ചാർജ് ചെയ്തില്ല. എല്ലാവർക്കും അവൈലബിൾ അല്ല ഈ ഓഫർ. നമ്മൾ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം അവർ തന്ന ഓഫറാണ്. നമ്മൾ അലാക്കാട്ടയാണ് ഡിന്നറിനായിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ അലാക്കാട്ടയ്ക്ക് പകരം അവരിങ്ങനെ ഒരു ഓഫർ തരാമെന്ന് നമ്മളെടുത്ത് പറയുകയും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൂടാതെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ്, അതേമാതിരി കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട്. വീഡിയോൻ്റെ മുമ്പിൽ അത് കാണാം നമുക്ക്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ്. ജെറ്റ് സ്കി ചെയ്തത് 2,000 രൂപയാണ് ഒരാൾക്ക്. അത് വന്നിട്ട് 10 മിനിറ്റാണ് ജെറ്റ് സ്കിയുടെ ടൈമിങ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്താ ചെയ്തത്, 4 പേരുള്ള കാരണം 5 മിനിറ്റ് വീതം എല്ലാവർക്കും റൈഡ് ചെയ്യാവുന്ന തരത്തിൽ അവർ അക്സെപ്റ്റ് ചെയ്തു. അവർ തന്നെ സജഷൻ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ വരുമ്പോൾ കുറച്ച് പേര് ഉണ്ടെങ്കിൽ 10 മിനിറ്റാണ് ജെറ്റ് സ്കീയുടെ ടൈം. 5 മിനിറ്റ് ഒരാൾ ചെയ്യുക, അടുത്തത് 5 മിനിറ്റ്, അങ്ങനെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ജെറ്റ് സ്കീയുടെ 2,000 റുപ്പീസാണ് 10 മിനിറ്റിന്. അതേമാതിരി സ്പീഡ് ബോട്ടിങ്ങിന് 10 മിനിറ്റിന് 2,000 രൂപയാണ്. അപ്പോൾ നമ്മൾ 3 പേര് വീതം ഒരു ട്രിപ്പ് 5 മിനിറ്റ് വീതം ഒന്ന് കറങ്ങി വന്നു. അതുകൂടാതെ അടുത്ത ഒരാൾ 3 പേര് വീതം കറങ്ങി വന്നു. ഒരാൾക്ക് ഇറങ്ങി അടുത്ത ആൾക്ക് ഇറങ്ങി, അങ്ങനെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതേമാതിരി നമുക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുകൂടാതെ മറ്റൊരു ഇതാണ്, കുറേ ഇൻഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഹെൽത്ത് ക്ലബ് ഉണ്ട്, യോഗ ഉണ്ട്, സ്പാ ഉണ്ട്. അതുകൂടാതെ കുറേയധികം ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ ഫിഷിങ്, സ്വിമ്മിങ് പൂളുണ്ട്. എല്ലാം മെയിൻ്റനൻസിൻ്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടു. സ്റ്റെർലിംഗ് ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഈ ഒരു ഹോട്ടലിൻ്റെ മെയിൻ്റനൻസ് അത്ര മികച്ചതായിരുന്നില്ല. പിന്നെ അതുകൂടാതെ കസ്റ്റമേഴ്സും കുറേയേറെ റൂമുകൾ കാണപ്പെട്ടു. വെക്കേഷൻ ആയാലും അത്യാവശ്യം തിരക്കൊന്നുമില്ല. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഹൗസ് ബോട്ടിംഗ് കിട്ടി. അതുകൊണ്ടാണ് നമ്മളത് പ്രിഫർ ചെയ്തത്. പിന്നെ അതുകൂടാതെ മറ്റുള്ള ആക്ടിവിറ്റീസ് നമുക്ക് അവർ ചോദിച്ചറിയാം. അവരുടെ പ്രോഗ്രാമുണ്ട്. അതുകൂടാതെ അവരുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ്. പിന്നെ അതുകൂടാതെ ഭക്ഷണം സ്റ്റെർലിംഗ് നോർത്ത് ഗ്രൂപ്പാണ് അവരെ ഏറ്റെടുത്തതിന് ശേഷം കൂടുതലും മിക്സ്ഡ് വിഭവങ്ങളായിരുന്നു. നോൺ വെജും വെജും ഉണ്ട്. കൂടുതലും നോർത്ത് ഇന്ത്യൻ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഷെഫും എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യനായിരിക്കാം സ്റ്റെർലിംഗ് എന്ന ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് ശേഷം. അതുകൊണ്ട് കേരളീയ, പക്ഷേ രണ്ടും കൂടെ മിക്സ്ഡ് ഒരു കൾച്ചർ ഫുഡിലുണ്ടായിരുന്നു. എല്ലാം നല്ല ഫുഡായിരുന്നു. എടുത്തു പറയേണ്ടതായിട്ടുള്ള എല്ലാം ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം വളരെയധികം ഓപ്ഷൻ ഉണ്ടായിരുന്നു. എല്ലാം ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞത്. തുടർന്നുള്ള വീഡിയോ കാണുക. താങ്ക് യു സോ മച്ച്.
ഇതിൽ കയറാം. അവിടെ ഇരുന്നോ, ഫ്രണ്ടിലിരുന്നോ, ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഇവിടെ ഇരുന്നോ, സോഫയുണ്ട്, ഇവിടെ കിടക്കണേ കിടന്നോ. ഈ പാതിരാമണൽ ഐലൻഡ് മുഹമ്മദ് എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്താൽ നമുക്ക് ആ ഐലൻഡിൽ എത്താം. ആ കാണുന്ന പച്ച നിറത്തിലുള്ള കാണുന്നില്ലേ, അവിടെ എത്താം. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല അവിടെ, ഒരു ആക്ടിവിറ്റീസും ഇല്ല. കുറച്ച് ഒരു കിഡ്സ് ഒരു പാർക്കുണ്ട്, അല്ലാതെ ഒന്നും തന്നെയില്ല. ജസ്റ്റ് അവിടെ പോയി ഒന്ന് ഇറങ്ങി തിരിച്ചു പോരാം. നമുക്ക് വേണമെങ്കിൽ കുറേ ബോട്ടുകൾ അവിടെ സർവീസ് നടത്തുന്നുണ്ട്. ഒരു ബോട്ടിൽ നമ്മളെ അവിടെ കൊണ്ടുപോകും. തിരിച്ച് ഏത് ബോട്ടാണോ വരുന്നത്, ഏത് ബോട്ടിൽ വേണമെങ്കിലും കയറാം. പക്ഷേ നമുക്ക് ചാർജ് ചെയ്യുന്നത് 1500 രൂപയായിരുന്നു അവർ ചാർജ് ചെയ്തത്. അതോ 1000 രൂപ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, 1000 രൂപയായിരുന്നു തോന്നുന്നു. ഇത് ബേർഡ് സാങ്ച്വറിയാണ്, പാതിരാമണൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ആലപ്പുഴയിൽ, മുഹമ്മയ്ക്കടുത്ത്. ഒരു ആലപ്പുഴയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരമാണ്. നമ്മളപ്പോൾ ഒരു പാതിരാമണൽ ഒരു ഐലൻഡാണ്. ഈ ഐലൻഡിൽ ബേർഡ് സാങ്ച്വറിയാണ്. നമ്മളിപ്പോൾ പാതിരാമണൽ ഐലൻഡിലോട്ടാണ് ഇപ്പോൾ കടക്കാൻ പോകുന്നത്, എൻട്രി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വഴിയിലാണിത് കണ്ടോ, ചുറ്റോറം വെള്ളത്തിൽ. ഇതൊരു ഐലൻഡാണ്, അവരുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് വെയിൽ. ബാഗ് എടുത്തോ. വേഗ ബോട്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. നമ്മളവിടെ അങ്ങോട്ട് കടക്കും, എൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകണം. അവിടെ ജസ്റ്റ് പാർക്ക് ഇരിക്കാൻ, സിറ്റിംഗ്. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകും. ഇതിലങ്ങോട്ട് കടന്നിട്ട് അപ്പുറത്തേക്ക് കിടക്കാം. യാ ശരി, അച്ഛൻ പറഞ്ഞുതരാം. വെയിറ്റ് കയറില്ല. കയറുക. ഇവിടെ കുറച്ച് നേരം ഇരിക്കണ, നീ വേണ്ട നടക്കല. വാ വാ വാ. നാല് പേര്. ഗൂഗിൾ പേ ഉണ്ടോ? കൊടുത്ത പൈസ കൊടുക്കുന്നില്ലേ?
ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ബേർഡ് വാച്ചിങ്ങിന് ഇഷ്ടമുള്ളവർ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. അതുകൂടാതെ ഒരു ട്രീ ഹൗസ് ഉണ്ട്, അതിൻ്റെ മുകളിൽ കയറാം, താല്പര്യമുള്ളവർ കയറാം. പിന്നെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, കുറച്ച് ടോയ്ലറ്റ് സൗകര്യമുണ്ട്, അത്ര തന്നെ. വേറെ ഒന്നുമില്ല, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, ഫെസിലിറ്റീസ് ഒന്നുമില്ല. അവരൊരു 10 രൂപ 20 രൂപ അങ്ങോട്ട് ചാർജ് വാങ്ങുന്നുണ്ട് ഒരാൾക്ക് എൻട്രി ഫീസ്. സിംഗനൈസല്ലേ ഇവിടെ ഇരുന്നു. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ അങ്ങോട്ട് ഇറങ്ങിക്കോ, അതിലിറങ്ങ്, ചെരുപ്പ് ഇട്ടിട്ട്. ഇവിടെ ആഴുണ്ട, അവിടെ ആഴുണ്ട് അല്ലേ? കുറച്ച് നേരമാണ് സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചു പോന്നു. മട്ടൻ സൂപ്പ്. അതിലുണ്ടാ ആ കഷ്ണങ്ങൾ എടുക്കുക, മട്ടൻ കാൽ സൂപ്പ്. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എംപയർ പാലസിലെത്തി. ഓക്കെ അല്ലേ? എംപയർ പാലസ്, എംപയർ പ്ലാസ. ഇത് ബോയിൽ റൈസ്, സൂപ്പ്, ഇത് നെയ്മീൻ കറി, ഇത് ടൈഗർ പ്രോൺസ്, കബാബ്, ഇത് ചിക്കൻ ചില്ലി ചിക്കൻ, ഇത് റെഡ് സ്നാപ്പർ ഗ്രിൽഡ്, ഇത് എഗ് ഫ്രൈഡ് റൈസ്, ഇത് പൊറോട്ട, ചമ്പല്ലി, അത് തന്നെ റെഡ് സ്റ്റാർ. ഓക്കെ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ടേബിൾ. ബാലൻസ് ഉണ്ട്.